ക്ലാസ്സിലെ ലിസാനിലെ 6ാമത്തെ പാഠം നോക്കൂ. അദ്ദർസു സാദിസു. 6ാമത്തെ പാഠം അമാമൽ മാഇദ. സുപ്രയുടെ മുന്നിൽ. സുപ്ര എന്നാൽ നിലത്ത് വിരിക്കുന്ന ഇതുപോലുള്ള ചിത്രത്തിൽ കാണുന്നത് പോലുള്ളതാണ് സുപ്ര. ഇതിന് കാർപ്പറ്റ് എന്നും പറയാം. ചിത്രം നോക്കൂ. ഒരു ഉമ്മ, ഉപ്പ, 2 മക്കൾ. അവരുടെ മുന്നിൽ ഭക്ഷണമുണ്ട്. നിലത്ത് സുപ്ര വിരിച്ച് അതിലാണ് ഇരിക്കുന്നത്. പിന്നിൽ ഒരു ടേബിൾ ഉണ്ട്. അതിൻ്റെ താഴെ ഒരു പൂച്ചയുണ്ട്. നമുക്ക് പാഠം നോക്കാം. സ്വല്ല അളാഉൽ ഉസ്രത്തി. കുടുംബത്തിലെ അംഗങ്ങൾ നിസ്കരിച്ചു. സ്വലാത്തുൽ ലുഹ്രി ജമാഅത്തൻ. ലുഹ്ർ നിസ്കാരം ജമാഅത്തായി സംഘടിതമായി. കുടുംബത്തിലെ അംഗങ്ങൾ ലുഹ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. ഫ അഹ്ലറത്തിൽ ഉമ്മു ത്വാമ. ഭക്ഷണവുമായി ഉമ്മ ഹാജരായി. ഫഅഹ്ലറത്തി ഹാജരായി. ത്വാം ഭക്ഷണം. അലൽ മാഇദ സുപ്രയിൽ. വജലസു അമാമൽ മാഇദത്തി ബഅദ അസ്ലിൽ യദി. വജലസു അവർ ഇരുന്നു. അമാമൽ മാഇദത്തി സുപ്രയുടെ മുന്നിൽ. ബഅദ അസ്ലിൽ യദി കൈ കഴുകിയതിനു ശേഷം. ജലസൽ അബു ഉപ്പ ഇരുന്നു. ഫി യമീനി ജാസിർ ജാസിറിന്റെ വലതുഭാഗത്ത്. ജാസിറിന്റെ വലതുഭാഗത്ത് ഉപ്പ ഇരുന്നു. വഫി ഷിമാലിഹി ഇടതുഭാഗത്ത് ഉമ്മുഹു വ ഉഖ്തുഹു അനീസ. ജാസിറിന്റെ ഇടതുഭാഗത്ത് അവന്റെ ഉമ്മയും സഹോദരി അനീസയും ഇരുന്നു. ചിത്രത്തിൽ നമുക്ക് കാണാം ജാസിറിന്റെ വലതുഭാഗത്ത് ഉപ്പ ഇരുന്നു. ഇടതുഭാഗത്ത് ഉമ്മയും അവന്റെ സഹോദരിയും. ബാക്കി നോക്കൂ. വഖാലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു അവർ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. വബദഉൽ അക്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഹുനാക്ക അവിടെയുണ്ട്. ബാക്കത്തു അസ്ഹാരിൻ അലത്വാവിലെത്തി. ബാക്കത്തു കൊട്ട, അസ്ഹാർ പൂക്കൾ. മേശപ്പുറത്ത് പൂക്കളുടെ ഒരു കൊട്ട അവിടെയുണ്ട്. വറാ അൽ അബി പിതാവിൻ്റെ പിന്നിൽ. പിതാവിൻ്റെ പിന്നിൽ മേശപ്പുറത്ത് പൂക്കളുടെ ഒരു കുട്ട അവിടെയുണ്ട്. വജാ അൽ കിത്തു വജലസ തഹ്തത്വാവില. വജാ അൽ കിത്തു പൂച്ച വന്നു. വജലസ ഇരുന്നു. തഹ്തത്വാവില മേശയുടെ താഴെ. വകാനത്തിൽ മിർവഹത്തു തദൂറു ഫൗകഹും. മിർവഹത്തു ഫാൻ. തദൂറു അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഫാൻ അവരുടെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വബഅദൽ അക്ലി ഭക്ഷണത്തിനു ശേഷം, ഭക്ഷണം കഴിച്ചതിനു ശേഷം. ഖാലു അവർ പറഞ്ഞു. അൽഹംദുലില്ലാഹില്ലദി അള്ളാഹുവിനാണ് സർവസ്തുതിയും. അത്അമനി അവൻ എന്നെ ഭക്ഷിപ്പിച്ചു. ഹാദാ വറസഖനീഹി എനിക്ക് ഭക്ഷണമാക്കുകയും ചെയ്തു. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവത്ത് എൻ്റെ കഴിവോ ശക്തിയോ കൂടാതെ. എൻ്റെ കഴിവോ ശക്തിയോ കൂടാതെ എന്നെ ഭക്ഷിപ്പിക്കുകയും എനിക്ക് ഭക്ഷണമാക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അവർ പറഞ്ഞു. ഈ പാഠത്തിൽ ചുവന്ന കളറിൽ റെഡ് മഷി കൊണ്ട് എഴുതിയ വാക്കുകൾ. അമാമ. അമാമ എന്നതിൻ്റെ അർത്ഥം മുന്നിൽ. യമീൻ വലത്, ഷിമാൽ ഇടത്, വറാ പിന്നിൽ, തഹ്ത താഴെ, ഫൗക മുകളിൽ. ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ള ഈ വാക്കുകൾ അമാമ മുന്നിൽ, വറാ പിന്നിൽ, യമീൻ വലത്, ഷിമാൽ ഇടത്, തഹ്ത താഴെ, ഫൗക മുകളിൽ. അടുത്തത് നഖറൗ നമുക്ക് വായിക്കാം. അമാമൽ മാഇദത്തെ സുപ്രയുടെ മുന്നിൽ. ഫി യമീനി ജാസിർ ജാസിറിന്റെ വലതുഭാഗം. ഫി ഷിമാലിൽ ഉമ്മി ഉമ്മയുടെ ഇടതുഭാഗം.
തഹ്തത്വാവിലെത്തി മേശയുടെ താഴ്ഭാഗം, വറാ അൽ അബി പിതാവിന്റെ പിന്നിൽ, ഫൗക്കഹും അവരുടെ മുകളിൽ. അടുത്തത് നോക്കൂ, നുകമ്മിലു ബി അസ്മായിൽ ജിഹാദ് വനുതർജിമുഹ കമാ ഫിൽ മിസാൽ. ഭാഗങ്ങളുടെ പേര് ചേർത്ത് വാചകം പൂർത്തിയാക്കാം. ഒന്നാമത്തെ നോക്കൂ, ഡേഷ് അൽ മദ്രസത്തി ബുസ്താനുൻ. മദ്രസയിൽ തോട്ടം, ബുസ്താനുൻ പൂന്തോട്ടം. പൂന്തോട്ടം എവിടെ ആയിരിക്കും? മുന്നിൽ. ഇവിടെ ചേർക്കാനുള്ളത് അമാമ. ഇവിടെ തന്നിട്ടുള്ള അമാമ എന്ന് നോക്കി എഴുതാം. അമാമൽ മദ്രസത്തി ബുസ്താനുൻ, ഇവിടെ മുന്നിൽ എന്ന് എഴുതാം. രണ്ടാമത്തെ നോക്കൂ, ഡേഷ് അൽ ബൈത്തി ജബലുൻ സ്വൈറുൻ. വീടിന്റെ ജബലുൻ സ്വൈറുൻ ചെറിയ മല എവിടെയായിരിക്കും ഉണ്ടാവുക? വറാ പിന്നിൽ. ഇവിടെ എഴുതേണ്ടത് വറാ അൽ ബൈത്തി ജബലുൻ സ്വൈറുൻ. വീടിന്റെ പിന്നിൽ ചെറിയൊരു മലയുണ്ട്, പർവ്വതമുണ്ട്. പിന്നിൽ, വറാ എന്നതിന്റെ അർത്ഥം പിന്നിൽ. മൂന്നാമത്തെ, നെംഷി ഫി ഡേഷ് ഷാരിയെ. റോഡിന്റെ നാം നടക്കും. ഏത് ഭാഗത്തൂടെയാണ്? വലത്, യമീൻ. നെംഷി ഫി യമീനി ഷാരിയ. ഇവിടെ എഴുതേണ്ടത് വലത്, റോഡിന്റെ വലത് ഭാഗത്തിലൂടെ നാം നടക്കും. നാലാമത്തെ, നെബുസുക്കു ഇല ഡേഷ് ന. നമ്മുടെ ഡേഷ് നാം തുപ്പും. നെബ്സുക്കു ഇല ഷിമാലിന. നമ്മുടെ ഇടതുഭാഗത്തേക്ക് നാം തുപ്പും. ഇടതുഭാഗത്താണ് നാം തുപ്പേണ്ടത്. ഇവിടെ എഴുതേണ്ടത് ഷിമാൽ, ഇവിടെ ഇടത്. അഞ്ചാമത്തെ, എജിലിസുൽ കിത്തു ഡേഷ് ത്വാവില. എജിലിസുൽ കിത്തു പൂച്ച ഇരിക്കുന്നു. ത്വാവിലത്ത് മേശ, മേശയുടെ താഴെ. ഇവിടെ എഴുതേണ്ടത് തഹ്ത. തഹ്ത എന്നതിന്റെ അർത്ഥം താഴെ. ആറാമത്തെ ചോദ്യം, യതീറുൽ ഉറാബു ഡേഷ് അൽ ബൈത്തി. കാക്ക വീടിന്റെ മുകളിലൂടെ പറക്കുന്നു. ഇവിടെ എഴുതേണ്ടത് മുകളിൽ, ഫൗക്ക. യതീറുൽ ഉറാബു ഡേഷ് അൽ ബൈത്തി എന്ന് വരുമ്പോൾ ഫൗക്കൽ ബൈത്തി, അർത്ഥം മുകളിൽ. അടുത്തത് നോക്കൂ, നക്തശിഫുൽ ലിദ്ദ കമാ ഫിൽ മിസാൽ. വിപരീത അർത്ഥം, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എഴുതേണ്ടത്, വിപരീത അർത്ഥം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ അമാമ. അമാമ എന്നതിന്റെ അർത്ഥം മുന്നിൽ, അതിന്റെ വിപരീതം വറാ. വറാ. ഫൗക്ക മുകളിൽ, അതിന്റെ വിപരീതം തഹ്ത. ഇവിടെ എഴുതേണ്ടത് തഹ്ത. ഇതിൽ നോക്കി എഴുതാം, തഹ്ത. ഫൗക്ക വിപരീതം തഹ്ത. യമീനുൻ വലത്, അതിന്റെ വിപരീതം ഇടത്, ഷിമാൽ. യമീനുൻ ഷിമാലുൻ. ഇവിടെ നോക്കി ഷിമാലുൻ എഴുതാം. ഇനി അടുത്തത് നോക്കൂ, ഇത് നേരെ തിരിച്ചാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഷിമാലുൻ വിപരീതം യമീനുൻ. വറാ വിപരീതം, വറാ എന്നതിന്റെ വിപരീതം അമാമ. തഹ്ത എന്നതിന്റെ വിപരീതം ഫൗക്ക. അത് ഇവിടെ നോക്കി എഴുതിയെടുക്കാം. അടുത്തത് നോക്കൂ, നഫ്ഹുൽ ജിഹാത്തി വനുക്കമ്മിലോ. ഭാഗങ്ങളുടെ പേര് യോജിച്ചത് ചേർക്കാം. ഇവിടെ ഒരു കുട്ടി, അമാമ മുന്നിൽ, ഫൗക്ക മുകളിൽ, തഹ്ത താഴെ, ഷിമാൽ ഇടത്, യമീൻ വലത്. ഇത് തന്നിട്ടുണ്ട്. ഈ കുട്ടി തിരിഞ്ഞു നിൽക്കുമ്പോൾ പിന്നിൽ വറാ, അവന്റെ പിന്നിൽ എന്നുള്ളത് വറാ. അതുപോലെ തന്നെ അവന്റെ വലതു ഭാഗം അങ്ങോട്ട് തിരിയുമ്പോൾ ഇടതായിട്ട് വരും, ഇടതുഭാഗം വലതായിട്ട് മാറും. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ യമീനുൻ, ഇവന്റെ വലതു ഭാഗമാണ് ഇത് വരിക, യമീനുൻ. ഇവിടെ ഷിമാലുൻ, മുകളും താഴെയും അതേപോലെ, ഫൗക്ക തഹ്ത. ഇവിടെ എഴുതേണ്ടത് യമീനുൻ, ഇവിടെ ഷിമാലുൻ, ഫൗക്ക തഹ്ത. ഇത് നോക്കൂ, നസ്ലു ബിൽ മുനാസിബൈനി കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലേതുപോലെ ചേർത്ത് യോജിപ്പിക്കാം. ഇവിടെ അമാമൽ ബൈത്തി. ആദ്യം ഈ സൈഡിലുള്ളതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഫൗക്കൽ ജബൽ മലയുടെ മുകളിൽ, നെഹ്റുൻ സ്വൈറുൻ ചെറിയ നദി അല്ലെങ്കിൽ ചെറിയ പുഴ, തഹ്ത ഷജറത്തി മരത്തിന്റെ ചുവട്ടിൽ, യനാമുൽ അനം ആട് ഉറങ്ങും. ഇനി ഓരോന്നും നോക്കാം. അമാമൽ ബൈത്തി വീടിന് മുന്നിൽ, നെഹ്റുൻ സ്വൈറുൻ ചെറിയ നദിയുണ്ട് അല്ലെങ്കിൽ ചെറിയ പുഴയുണ്ട്. വീടിന് മുന്നിൽ ചെറിയ പുഴയുണ്ട്. അതുപോലെ എഴുതാം, അമാമൽ ബൈത്തി യനാമുൽ അനം വീടിന് മുന്നിൽ ആട് ഉറങ്ങും. അടുത്ത നോക്കൂ, യതീറു ത്വാഇറ പക്ഷി പറക്കും. ഫൗക്കൽ ജബൽ പർവ്വതത്തിന് മുകളിൽ, മലയുടെ മുകളിൽ.
യതീറു ത്വാഇറു ഫൗക്കൽ ജബൽ. അടുത്തത് വറാ അൽ ജിദാർ, ചുമരിന് പിന്നിൽ. ചുമരിന് പിന്നിൽ യനാമുൽ അനം, ആട് ഉറങ്ങും. ചുമരിന്റെ പിന്നിൽ ആട് ഉറങ്ങും. എൽ അബുൽ ഇബ്നു, കുട്ടി കളിക്കും. തഹ്ത ഷജറത്ത്, മരത്തിന്റെ ചുവട്ടിൽ, മരച്ചുവട്ടിൽ. എൽ അബുൽ ഇബ്നു തഹ്ത ഷജറത്ത്. അങ്ങനെ യോജിപ്പിക്കാം. ഓരോന്നിന്റെയും അർത്ഥം മനസ്സിലാക്കി യോജിപ്പിക്കാം. അടുത്തത് നോക്കൂ. നഖ്താറുൽ കലിമാത്തി മിനൽ മുറബ്ബൈ വനുറത്തിബു. അൽ ബഹാഇമു ഫി യമീനിൽ ഇബ്നി. ഇവിടെ ചിത്രത്തിൽ ഒരു കുട്ടി, ഈ കുട്ടിയുടെ യമീൻ വലതു ഭാഗത്ത് എഴുതേണ്ടത് മൃഗങ്ങളുടെ പേര്. അതുപോലെ വൽ ഖലറവാത്തു തഹ്തഹു, പച്ചക്കറികളുടെ പേര് താഴെ. വത്തുയൂറു ഫി ഷിമാലിഹ്, ഇടതുഭാഗത്ത് പക്ഷികൾ. വ അദവാത്തുൽ മൻസിലി ഫൗക്കഹു, മുകളിൽ വീട്ടുപകരണങ്ങൾ. താഴെ തന്നിട്ടുണ്ട് ത്വാവിലത്തുൻ മേശ, ബാമിയ വെണ്ടക്ക, ബബാഉൻ തത്ത, അനമുൻ ആട്, അർനബുൻ മുയൽ, തൊമാത്തിൻ തക്കാളി, ഹമാമത്തുൻ പ്രാവ്, ബക്കറത്തുൻ പശു, ഉറാബുൻ കാക്ക, ഫഅസുൻ മഴു, ഖിയാറുൻ കക്കരിക്ക, ദൽവുൻ ബക്കറ്റ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോന്നും തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതാം. കുട്ടിയുടെ വലതുഭാഗത്ത് മൃഗങ്ങളാണ്. ഏതൊക്കെയാണ് ഇതിൽ മൃഗങ്ങൾ? ആനമുൻ, ഇതിൽ തന്നിട്ടുള്ളത് ആനമുൻ ആട്, അതിവിടെ എഴുതാം, വലതുഭാഗത്ത് എഴുതാം. അർനബുൻ, അർനബുൻ ബക്കറത്തുൻ, അനമുൻ അർനബുൻ ബക്കറത്തുൻ ഇവിടെ വലതുഭാഗത്ത് എഴുതാം. ഇനി മുകളിൽ ഏതൊക്കെയാണ് വീട്ടിലെ ഉപകരണങ്ങൾ? മുകളിൽ എഴുതേണ്ടത് ഫഅസുൻ, ഫഅസുൻ മഴു, ത്വാവിലത്തുൻ മേശ, ദൽവുൻ ബക്കറ്റ്. ഫഅസുൻ മഴു, ത്വാവിലത്തുൻ മേശ, ദൽവുൻ ബക്കറ്റ്, അത് മുകളിലാണ് എഴുതേണ്ടത്. ഇനി ഇടതുഭാഗത്ത് എഴുതേണ്ടത് പക്ഷികളുടെ പേരാണ്. ഹമാമത്തുൻ, ഹമാമത്തുൻ പ്രാവ്, ബബാഉൻ തത്ത, ഉറാബുൻ കാക്ക. ഹമാമത്തുൻ ബബാഉൻ ഉറാബുൻ, ഇത് കുട്ടിയുടെ ഇടതുഭാഗത്ത് എഴുതാം. ഇനി താഴെ എഴുതേണ്ടത് പച്ചക്കറികളാണ്. ബാമിയ വെണ്ടക്ക, തൊമാത്തിം തക്കാളി, ഖിയാറുൻ കക്കരിക്ക. ബാമിയ, തൊമാത്തിം, ഖിയാറുൻ, ഇത് താഴെ ഭാഗത്ത് എഴുതാം. ഇനി അടുത്ത നോക്കൂ. നുലാഹിലുൽ മുദക്കർ വൽ മുഅന്നസ്. അടുത്തത് മുദക്കറും മുഅന്നസും, പുല്ലിംഗവും സ്ത്രീലിംഗവും. അബുൻ ഉമ്മുൻ, അബുൻ എന്നത് പിതാവ്, ഉമ്മുൻ മാതാവ്. ഇബ്നുൻ മകൻ, ബിൻതുൻ മകൾ, അഹുൻ സഹോദരൻ, ഉഖ്തുൻ സഹോദരി, ജദ്ദുൻ ഉപ്പാപ്പ, ജദ്ദത്തുൻ ഉമ്മാമ, സ്വദീഖുൻ കൂട്ടുകാരൻ, സ്വദീഖത്തുൻ കൂട്ടുകാരി, ദീഖുൻ പൂവൻകോഴി, ദജാജത്തുൻ പിടക്കോഴി. ഇത് വായിച്ച് പഠിക്കാം. അടുത്ത നോക്കൂ. നുവരിബു, നമുക്ക് അറബിയാക്കാം. ഒന്നാമത്തെ പിതാവ് കസേരയിൽ ഇരുന്നു. ഈ സെന്റൻസിൽ, ഈ വാചകത്തിൽ ആദ്യം എന്താണോ പ്രവർത്തിച്ചത് അതാണ് എഴുതേണ്ടത്. അറബിയാക്കുമ്പോൾ എന്താണോ പ്രവർത്തിച്ചത്, ഇവിടെ ഇരുന്നു, ഇരുന്നു എന്നതിന് ജലസ, ആദ്യം എഴുതേണ്ടത് ജലസ. ഇനി ആരാണോ പ്രവർത്തിച്ചത് അത് പിതാവ്. ആരാണ് പ്രവർത്തിച്ചത്? പിതാവ്, അബുൻ, ജലസ അബുൻ. ഇനി എന്തിലാണോ അല്ലെങ്കിൽ എന്താണോ ചെയ്തത്? കസേരയിൽ, കസേരയിലാണ്. എന്തിലാണ് എന്നുള്ളത് കസേരയിൽ. അപ്പൊ അതിനെഴുതേണ്ടത് അലൽ കുർസിയെ. കസേരക്ക് കുർസിയെ, അതിന്റെ മുകളിലായതുകൊണ്ട് അലൽ. അപ്പൊ ഇവിടെ എഴുതേണ്ടത് ജലസ അബുൻ അലൽ കുർസിയെ. ഇങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം എഴുതിയെടുക്കാം. ആദ്യം എഴുതേണ്ടത് എന്താണോ ഇവിടെ പ്രവർത്തിച്ചത്, ഇരുന്നു എന്നാണ്. ജലസ, ആരാണ് ഇരുന്നത്? പിതാവ്, അബുൻ. കസേരയിൽ, എവിടെയാണ്? കസേരയിൽ. ജലസ അബുൻ അലൽ കുർസിയെ. രണ്ടാമത്തെ നോക്കൂ. ജാസിർ മഗ്രിബ് നിസ്കരിച്ചു. ആദ്യം ഇവിടെ എന്താണ് പ്രവർത്തിച്ചത്? നിസ്കരിച്ചു. നിസ്കരിച്ചു എന്നാണ്. അതിന് സൊല്ല. നിസ്കരിച്ചു എന്നതിന്റെ അറബി വാക്ക് സൊല്ല.
ഇനി ആരാണ് നിസ്കരിച്ചത്? ജാസിർ. സൊല്ലാം ജാസിർ അൽ മഗ്രിബ. ഏതാണ് നിസ്കരിച്ചത്? മഗ്രിബ്. സൊല്ലാ ജാസിറുൻ അൽ മഗ്രിബ. സൊല്ലാ ജാസിറുൻ അൽ മഗ്രിബ. മൂന്നാമത്തെ നോക്കൂ, അനീസ് കൈ കഴുകി. ഇവിടെ കഴുകി, കഴുകി എന്നതിന് അസല. അസല. ആരാണ് കഴുകിയത്? അനീസ്. അസല അനീസുൻ കൈ. എന്താണ് കഴുകിയത്? കൈ. അൽ യദി. യദുൻ കൈ. അത് എഴുതുമ്പോൾ യദി. അസല അനീസുൻ അൽ യദി. അത് മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. അത് നന്നായി പഠിച്ചു വെക്കാം. അടുത്ത നോക്കൂ, നുലാഹിദുൽ മുഫ്രദ് വൽ ജംഅ. മുഫ്രദ് ഏകവചനം, ജംഅ ബഹുവചനം. ഉളുവുൻ ഏകവചനം, ആലാവുൻ ബഹുവചനം. ഉളുവുൻ അംഗം, ആലാവുൻ അംഗങ്ങൾ. സഹറത്തുൻ ഏകവചനാണ്, പൂവ്. അസ്ഹാറുൻ പൂക്കൾ, ജംആണ് ബഹുവചനാണ്. ത്വാവിലത്തുൻ, ത്വാവിലത്തുൻ മുഫ്രദ് ഏകവചനം, മേശ. ത്വാവിലാത്തുൻ ജംഅ ബഹുവചനം, മേശകൾ. അടുത്തത് നോക്കൂ, നഖ്റു മിനൽ ഖുർആനി വനക്തശ്ഫു മിൻഹു അസ്മാൽ ജിഹാത്തി വനഖുത്തു തഹ്തഹ. ഖുർആനിൽ നിന്ന് വായിക്കാം, ഭാഗങ്ങളുടെ പേരുകൾ വ്യക്തമാക്കാം. ഇവിടെ ഓരോ ഭാഗങ്ങളുടെ പേരുകൾ ഖുർആനിൽ നിന്നും വ്യക്തമാക്കാം. ജന്നാത്തുൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാറു. ഇവിടെ തന്നിട്ടുള്ളത് തഹ്ത. തഹ്ത എന്നത് താഴെ. അടുത്തത് അനിൽ യമീനി വാനി ഷിമാലി ഇസീന. ഇവിടെ യമീൻ ഷിമാൽ. യമീൻ വലത്, ഷിമാൽ ഇടത്. അടുത്തത് ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമഹു. അമാമ മുന്നിൽ, അമാമ മുന്നിൽ. അടുത്തത് വർഫഅന ഫൗഖഹുമുത്തൂറ. ഫൗഖ, ഫൗഖ മുകൾ ഭാഗം, മുകളിൽ അല്ലെങ്കിൽ മുകൾ ഭാഗം. ഫനബദൂഹു വറാഅ ളുഹൂരിഹിം. വറാഅ, വറാഅ പിന്നിൽ. വകാന തഹ്തഹു കൻസുൽ ലഹുമാ. തഹ്ത താഴെ, തഹ്ത താഴെ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇത് ഭാഗങ്ങളുടെ പേര് അടയാളപ്പെടുത്തിയാൽ മതി. അടുത്ത നോക്കൂ, ഹയ്യാ നൻസഹു അസ്മാഉൽ ജിഹാത്ത്. വരൂ നമുക്ക് പകർത്താം, ഭാഗങ്ങളുടെ പേരുകൾ പകർത്താം. ഫൗഖ, തഹ്ത, യമീനുൻ ഷിമാലുൻ വറാഅ അമാമ. ഇത് അതുപോലെ എഴുതാം, താഴെ അത് നോക്കി പകർത്തി എഴുതാം, വൃത്തിയായി എഴുതാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.